നമസ്കാരം. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച യുണൈറ്റഡ് കിങ്ഡം. UK പ്രധാനമന്ത്രി കീർ സ്റ്റാമർ വീഡിയോ പ്രസ്താവനയിലൂടെയാണ് UKയുടെ നിലപാട് ലോകത്തെ അറിയിച്ചത്. സമാധാനത്തിന്റെയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെയും പ്രതീക്ഷ പുനരുജ്ജീവിപ്പിക്കാൻ ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ വ്യക്തമായി പ്രസ്താവിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം ഫലസ്തീൻ സ്റ്റേറ്റിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു എന്നാണ് UK പ്രധാനമന്ത്രി കീർ സ്റ്റാമർ വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞത്. സമാധാനത്തിലേക്കുള്ള പാതയെ പിന്തുണയ്ക്കുന്നതിനും ഇസ്രയേലി ഫലസ്തീൻ ജനതയുടെ തുല്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമത്തിന്റെ ഭാഗമായി അടുത്ത സഖ്യകക്ഷികളായ കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമൊപ്പം സ്വീകരിച്ച ചരിത്രപരമായ ചുവടുവെപ്പാണെന്നാണ് കീർ സ്റ്റാമറുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഫലസ്തീൻ രാഷ്ട്രത്തെ UK അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേലും രംഗത്തെത്തി. ഹമാസിനുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നുമല്ല ഇതെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം ഹമാസിനുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നുമല്ല. UK പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് ഇതിനെല്ലാം ധൈര്യപ്പെടുന്നുവെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹമാസ് നേതാക്കൾ തന്നെ പരസ്യമായി സമ്മതിക്കുന്നു ഈ അംഗീകാരം ഒക്ടോബർ 7 കൂട്ടക്കൊലയുടെ പ്രതിഫലമാണെന്ന് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം എക്സ് പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എതിർപ്പ് തള്ളിയാണ് UK പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത്. ട്രംപിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിനിടയിലാണ് ഈ തീരുമാനം ലോകത്തെ അറിയിച്ചത്. ബ്രിട്ടന്റെ തീരുമാനത്തോട് താൻ യോജിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഹമാസിനെ ഒറ്റപ്പെടുത്തണമെങ്കിൽ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കണമെന്ന നിലപാട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും വ്യക്തമാക്കിയിരുന്നു. ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നായിരുന്നു ബ്രിട്ടന്റെ നിലപാട്. ഗസയിൽ തുടരുന്ന സൈനിക നടപടികൾ അവസാനിപ്പിക്കുക, വെടിനിർത്തലിന് സമ്മതിക്കുക, വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം ഉണ്ടാകുന്നില്ലെന്ന് വ്യക്തമാക്കുക, ദ്വിരാഷ്ട്ര പരിഹാരം ഉറപ്പാക്കുന്ന ദീർഘകാല സമാധാന പ്രക്രിയയ്ക്ക് പ്രതിജ്ഞാബദ്ധരാവുക എന്നിവയാണ് ബ്രിട്ടൻ ഇസ്രായേലിന് മുൻപിൽ ഉയർത്തിയ ആവശ്യങ്ങൾ. ഇവ ഇസ്രായേൽ അംഗീകരിക്കാത്ത പക്ഷം ഫലസ്തീൻ രാഷ്ട്രപദവിയെ പിന്തുണയ്ക്കുമെന്നാണ് കീർ സ്റ്റാമർ അന്ന് മന്ത്രിമാരെ അടക്കം അറിയിച്ചത്. എന്തായാലും കീർ സ്റ്റാമറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതേസമയം ഗസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയും ലോകരാജ്യങ്ങൾ കടുത്ത എതിർപ്പുമായി രംഗത്തു വരികയും ചെയ്യുന്നതിനിടെ UN പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് US വിലക്ക്. നേരിട്ടെത്താൻ US വിലക്ക് ഏർപ്പെടുത്തിയതോടെ സമ്മേളനത്തിൽ വീഡിയോ കോളിലൂടെ അദ്ദേഹം സംസാരിക്കും. അടുത്തയാഴ്ച നടക്കുന്ന UN പൊതുസമ്മേളനത്തിൽ നിന്നാണ് മഹ്മൂദ് അബ്ബാസ് ഉൾപ്പെടെയുള്ള 80 ഫലസ്തീൻ അതോറിറ്റി നേതാക്കളെ US വിലക്കിയത്. ഈ തീരുമാനത്തിനെതിരെ ലോകരാജ്യങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. US തീരുമാനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ പ്രമേയവും പാസാക്കി. 140 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 6 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. USഉം ഇസ്രായേലും ഉൾപ്പെടെ 5 രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ UN സമർപ്പിക്കാനോ വീഡിയോ കോൺഫറൻസിലൂടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള അനുമതിയോ പ്രമേയം ഫലസ്തീന് നൽകുന്നുണ്ട്.